എല്ലാവർക്കും നമസ്കാരം. ICDS പദ്ധതിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ അംഗനവാടികളിലും പ്രീ സ്കൂൾ കുട്ടികളുടെ എൻറോൾമെൻറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് പ്രവേശനോത്സവമായി നമ്മൾ ആചരിക്കുന്നത്. ഒപ്പം തന്നെ കുട്ടികളുടെ സമഗ്ര വികസനം ഉറപ്പുവരുത്തുന്നതിൽ അംഗനവാടികൾക്കുള്ള പ്രാധാന്യം എന്താണ്, അംഗനവാടികളിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങൾ കൃത്യമായി സമൂഹത്തിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം നമ്മൾക്കുണ്ട്. ഈ ലക്ഷ്യങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ അംഗനവാടികളും ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷത്തെ പ്രവേശനോത്സവം ഭംഗിയാക്കണം എന്നുള്ള നിർദ്ദേശമാണ് നമ്മൾക്ക് വന്നിട്ടുള്ളത്. ആ ഉത്തരവിൽ കൃത്യമായി തന്നെ എങ്ങനെയാണ് പ്രവേശനോത്സവം സംഘടിപ്പിക്കേണ്ടത്, അതിൻ്റെ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിവരിക്കുന്നുണ്ട്. എല്ലാം തന്നെ ഈ സെഷൻ അവസാനം വരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നമുക്ക് അംഗനവാടിക്ക് ഒരു 500 രൂപ അനുവദിച്ച് തരുന്നുണ്ട്. പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അംഗനവാടികൾ അലങ്കരിക്കുന്നതിന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുമോ അതെല്ലാം നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ പൈസ വരുന്നുണ്ട്. ALMSC കമ്മിറ്റിയിലൂടെയും സ്പോൺസർഷിപ്പിലൂടെയും കണ്ടെത്തി വിപുലീകരിക്കുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അതേപോലെ തന്നെ ഘട്ടം ഘട്ടമായി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒന്നായി ഒരുങ്ങാമെന്നുള്ള തലക്കെട്ടാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, പ്രവേശനോത്സവ തീയതി സമയം കൃത്യമായി സമൂഹത്തിലേക്ക് അറിയിക്കണം, പ്രവേശനം നേടേണ്ട കുട്ടികളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക, ജനറൽ ബോഡിയിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചുള്ള അംഗനവാടി പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാവുന്ന പുതിയ ALMSC പുനഃസംഘടിപ്പിക്കുക, പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഗൃഹസന്ദർശനം നടത്തേണ്ടതിന് ആവശ്യകത വർക്കർ വിശദീകരിച്ചു കൊടുക്കണം, ഭവന സന്ദർശന വേളയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളെ അംഗനവാടിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം, കളിപ്പാട്ടങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നിവ നിർമ്മിക്കുന്ന ശില്പശാല, ഡ്രൈഡേ എന്നിവയുടെ തീയതികൾ വർക്കർ അറിയിക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ അംഗനവാടിയിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ, ഫർണിച്ചർ എന്നിവ നീക്കം ചെയ്യാൻ ALMSC കമ്മിറ്റി തീരുമാനമെടുക്കണം. പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്രദേശത്തിലുള്ള അംഗനവാടികളിലേക്ക് സൈൻ ബോർഡ് മെയിൻ റോഡിൽ തന്നെ സ്ഥാപിക്കുക എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി അടുത്ത രണ്ടാമത് തലക്കെട്ട് കുഞ്ഞിച്ചെപ്പാണ്. അതായത് അംഗനവാടി പ്രവർത്തകർ, വർണ്ണക്കൂട്ടിലെ അംഗങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ എന്നിവരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൃത്യമായി ഗൃഹസന്ദർശനം നടത്തുന്ന സമയം കുട്ടികൾക്ക് ഒരു സമ്മാന പൊതികൾ, അതാണ് കുഞ്ഞിച്ചെപ്പ് എന്ന് പറയുന്നത്, അത് തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിന് അംഗനവാടി കണ്ടിൻജൻസി ഇനത്തിൽ ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് എന്നുള്ളതുകൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സമ്മാനപ്പൊതി തയ്യാറാക്കുന്ന വിധവും ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതേ സമ്മാനപ്പൊതി കുട്ടികൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വസ്തുക്കൾ കൊണ്ട് നിറയ്ക്കണം. ക്രയോൺസ്, അതേപോലെ തന്നെ സ്മൈലി ബോൾ, വർണ്ണക്കടലാസുകൾ കൊണ്ടുള്ള പൂവ്, അതേപോലെ പാവ എന്നിവയെല്ലാം സമ്മാനപ്പൊതിയിൽ ഉൾപ്പെടുത്താമെന്നുള്ളത് കൃത്യമായി തന്നെ വിവരിക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മൂന്നാമത് ഹെഡിങ് എന്ന് പറയുന്നത് ഹൃദയപൂർവ്വം എന്നുള്ളതാണ്. ഗൃഹസന്ദർശനം നടത്തി കുട്ടികളെ ക്ഷണിക്കുകയും സമ്മാനം കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് ഹൃദയപൂർവ്വം എന്ന തലക്കെട്ടിലേക്ക് വരുന്നത്. അതായത് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അംഗനവാടി വർക്കർ, അതേപോലെ ALMSC അംഗങ്ങൾ, വർണ്ണക്കൂട്ടിലെ അംഗങ്ങൾ എന്നിവർ ചേർന്ന് ഗൃഹസന്ദർശനം നടത്തി സമ്മാനങ്ങൾ നൽകി കുഞ്ഞുങ്ങളെ അംഗനവാടിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തുടർന്ന് അംഗനവാടി പ്രവർത്തകർ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടെ ആ ഗൃഹസന്ദർശന വേളയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി അറിയുക. അംഗനവാടികളുടെ പ്രവർത്തന സമയം, സമയക്ലിപ്തത പാലിക്കേണ്ടതിൻ്റെ ആവശ്യകത, അതേപോലെ പ്രവർത്തന ക്രമം എന്താണ്, പ്രീ സ്കൂൾ തീമുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതായത് ECCയുമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. കുഞ്ഞുങ്ങളും ശുചിത്വവും, അംഗനവാടിയിലെ ശിശു സൗഹൃദ സംരക്ഷണ രീതി എങ്ങനെയാണെന്നുള്ളത് കൃത്യമായി ആ രക്ഷകർത്താക്കളിലേക്ക് എത്തിക്കണം. കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനം, അംഗനവാടികളുടെ ഇടപെടൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടെ ബോധവൽക്കരിക്കണം. ഒപ്പം തന്നെ കുഞ്ഞുങ്ങളിലെ കാലയെക്കൂട്ടിയുള്ള വൈകല്യ നിർണ്ണയം, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതോട് പറഞ്ഞു വെക്കുക. ആരോഗ്യ പോഷണ വിദ്യാഭ്യാസം നൽകുന്ന വിവരം അറിയിക്കണം. ഒപ്പം വളർച്ചാ നിരീക്ഷണത്തിൻ്റെ പ്രാധാന്യം എന്താണ്, അത് എങ്ങനെയാണ് എടുക്കുന്നത്, അതെല്ലാം എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായി അറിയിക്കുക. എല്ലാം ഡിജിറ്റലൈസേഷൻ്റെ പാതയായി പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷനിലൂടെ കുട്ടിയുടെ സമഗ്ര വളർച്ച നിങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കണം. അതേപോലെ തന്നെ സ്റ്റാറ്റസ് ഇടാം, ഡിജിറ്റലാക്കാം എന്നുള്ള തലക്കെട്ടാണ് അടുത്തത് വരുന്നത്. അതായത് അംഗനവാടി പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനും ICDS പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിവുണ്ടാക്കുന്നതിനു വേണ്ടി ഇത്തരം പ്രവർത്തനങ്ങളുടെ ഫോട്ടോകളും വീഡിയോകളും ഫേസ്ബുക്ക്, വാട്സപ്പ്, മറ്റ് ഗ്രൂപ്പ് ചാനൽ, യൂട്യൂബ് ചാനൽ മുതലായ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ ഇതെല്ലാം വ്യാപകമായി പ്രചരിപ്പിക്കുക എന്നുള്ളതൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ടീച്ചേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. യൂട്യൂബിലൂടെ നമ്മളെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും രക്ഷിതാക്കളിലേക്ക് കൂടി എത്തിക്കുക. അത് വ്യാപകമായിട്ടുള്ളൊരു ബോധവൽക്കരണ പരിപാടിയായി കണക്കാക്കുന്നതുമാണ്. അതേപോലെ തന്നെ അവലോകനം നടത്തണം. ALMSC കമ്മിറ്റി കൂടി ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുക. പ്രവേശനോത്സവത്തിൻ്റെ അന്തിമ രൂപരേഖ, ക്ഷണിക്കേണ്ട വിദ്യാർത്ഥികളുടെ ലിസ്റ്റും തയ്യാറാക്കുക.
അതേപോലെ തന്നെ അതത് പ്രദേശത്തെ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തേണ്ടതുമാണ് എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. അങ്കണവാടി പെയിൻറ്റിങ്, അലങ്കരിക്കൽ, കുട്ടികളെ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള പൂക്കൾ, മധുരം എന്നിവ തയ്യാറാക്കി ഇതുമായി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ LMC കമ്മിറ്റികളുമായിട്ട് തീരുമാനിച്ച് നിങ്ങളൊരു ധാരണയിൽ എത്തുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രധാനമായി നമ്മൾ പാലിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അങ്കണവാടി ശുചിത്വം എന്നുള്ളതാണ്. വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ അങ്കണവാടിയും പരിസരവും വൃത്തിയാക്കണം. ALMC, വയോ ക്ലബ്ബ്, വർണ്ണക്കൂട്ടംഗങ്ങൾ, രക്ഷിതാക്കൾ, ആരോഗ്യ പ്രവർത്തകർ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് അങ്കണവാടിയുടെ ഉൾവശവും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കുക. അതേപോലെ തന്നെ ചന്തം ചാർത്ത് ഈ തലക്കെട്ടിൽ വരുന്നത് എന്താണ്? അങ്കണവാടിയെ അണിയിച്ചൊരുക്കുക എന്നുള്ളതാണ്. അതായത് അലങ്കരിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രാദേശികമായി ലഭ്യമാകുന്ന സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അങ്കണവാടികൾ അലങ്കരിക്കുക. പ്രവേശനോത്സവ ദിനത്തിൽ പ്രാദേശികമായി ലഭിക്കുന്ന പഴവർഗ്ഗങ്ങൾ കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ജ്യൂസ്, ചെറുധാന്യങ്ങളായ റാഗി, തിന മുതലായവ കൊണ്ടുണ്ടാക്കിയ ലഡ്ഡു എന്നിവ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇന്ന് തന്നെ നടത്തുക. പുതിയ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്കണവാടിയിൽ നിലവിലുള്ള കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അതായത് ജൂനിയേഴ്സാണ്, ഇനി വരുന്ന സീനിയേഴ്സ് ജൂനിയേഴ്സിനെ സ്വീകരിക്കുന്ന രീതി അവരെ പഠിപ്പിച്ചു കൊടുക്കണം. സെൽഫി കോർണർ, ഫോട്ടോ ഫ്രെയിം സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പ്രവേശനോത്സവ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൂടെ വിശദീകരിച്ച് തന്നെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതും കൂടി മനസ്സിലാക്കുക. മെയ് 30 പ്രവേശനോത്സവം സംഘടിപ്പിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതൊന്ന് ചുരുക്കം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതായത് പ്രവേശനോത്സവ ദിന പരിപാടികൾ മെയ് 30 സംഘടിപ്പിക്കുമ്പോൾ അങ്കണവാടിയും പരിസരവും ആകർഷണീയമായ രീതിയിൽ അലങ്കരിക്കണം. പ്രകൃതി സൗഹൃദ വസ്തുക്കളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. പുതുതായി ചേരുന്ന കുട്ടികളുടെ ഫോട്ടോ ചാർട്ട് ആകർഷകമായ രീതിയിൽ പ്രദർശിപ്പിക്കണം. അങ്കണവാടിയിൽ അന്നേ ദിവസം പ്രവേശന ഉത്സവ ഗാനങ്ങളും കളി പാട്ടുകളും സംഗീത സാന്ദ്രമാക്കണം. പുതിയ കുരുന്നുകളെ സ്വീകരിക്കുവാൻ അങ്കണവാടി കുട്ടികളെ തയ്യാർ ചെയ്യണം. ആലിംഗനം, ഹസ്തദാനം, ആലിംഗനം, വർണ്ണക്കടലാസുകൾ കൊണ്ടുള്ള വൈവിധ്യമായിട്ടുള്ള പൂമാല തുടങ്ങിയവ, വെൽക്കം കിറ്റ്, മധുരം എന്നിവ പ്രത്യേകം നൽകി ആ കുഞ്ഞുങ്ങളെ സ്വീകരിക്കുക എന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഉദ്ഘാടന പരിപാടികളിൽ ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്തുക. അതേപോലെ അങ്കണവാടി പൂർവ്വ വിദ്യാർത്ഥികൾ, ഗുണഭോക്താക്കൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലാപരിപാടികൾ കൂടെ സംഘടിപ്പിക്കേണ്ടതാണ്. അങ്കണവാടിയിൽ നിന്നും സ്കൂളിലേക്ക് പ്രവേശനം നേടി പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി അങ്കണവാടി പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ അനുഭവ സാക്ഷ്യം എന്നിവ ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അങ്കണവാടിയുടെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ, ഫോട്ടോ പ്രദർശനം എന്നിവ സംഘടിപ്പിക്കുന്നത് വഴി ഈ വർഷത്തെ പ്രവേശനോത്സവം അതിഗംഭീരമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു. നന്ദി.